സോ പി എസ് സി ആസ്പിരൻസ് പലരും എക്സാം എഴുതി ക്ലിയർ ചെയ്തവരുടെ ഇൻ്റർവ്യൂസൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് AI യൂസ് ചെയ്തിട്ട് അവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം. സോ അത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. ഇതിൻ്റെ ജസ്റ്റ് ഒരു യൂസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ജനറേഷനാണ്. അതായത് ഒരു ടോപ്പിക്ക് പഠിച്ചാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ഇൻ്റർനെറ്റ് തപ്പിയോ അല്ലെങ്കിൽ കുറേ ബുക്സ് തപ്പി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു റിസോഴ്സും ഇല്ലെങ്കിൽ റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന നോട്ടിൻ്റെ ഓൺലൈൻ PDF ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഇതുപോലെ ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഈ നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാനൊരു പ്രോംപ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണം, ഏത് ലെവലിലായിരിക്കണം, PSC SSC എല്ലാം ചേർത്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു, എത്ര എണ്ണം വേണം എന്ന് ഞാനിങ്ങനെ കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത്. ആദ്യം സിമ്പിൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, പിന്നെ മാച്ച് ദ ഫോളോയിങ്, ക്രോണോളജി ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ട്രൂ ഓർ ഫോൾസ്, സ്റ്റേറ്റ്മെൻറ്റ്, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാടെണ്ണം. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻസർ എനിക്ക് ഉടനെ തരണ്ട, ഏറ്റവും ലാസ്റ്റ് തന്നാൽ മതി, അപ്പോൾ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പം വേണം. അങ്ങനെ അവർ എനിക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻസേഴ്സും ജനറേറ്റ് ചെയ്ത്. ഇത് ഞാനിപ്പോൾ ഹിസ്റ്ററിയുടെ ഒരു ഇതാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പഠിച്ച് നോട്ടിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ നോട്ട്സ് പഠിച്ചതിൻ്റെ ഒരു റിവിഷനും കൂടിയാവും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിലെ ഒരു പർപ്പസ്. ഇപ്പം ഇതുപോലെ ഞാൻ രണ്ടാമത് അമേരിക്കൻ വാറിൻ്റെതും ചെയ്തിട്ടുണ്ട്, സെയിം പ്രോംപ്റ്റ് തന്നെ ഇട്ടിട്ട്. അപ്പോൾ പ്രോംപ്റ്റ് മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. പ്രോംപ്റ്റ് എന്തെങ്കിലും വേണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഐ വിൽ ഷെയർ ഡീറ്റെയിൽസ് അബൌട്ട് ഇറ്റ്. പിന്നെയുള്ളത്, ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഒന്നുമില്ല, റാൻഡമായിട്ട് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓഡിയോ റെക്കോർഡിങ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായൊരു സ്പെല്ലിംഗ് എറേഴ്സൊക്കെ ഉണ്ടാവും. സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിനെ കുറിച്ചിട്ട് ന്യൂസിലൊക്കെ വന്നതുകൊണ്ട് തന്നെ ലോകത്തെ ഉള്ള എല്ലാ സ്ട്രേറ്റുകളെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് വേണമെന്ന് പറഞ്ഞുള്ള ഒരു പ്രോംപ്റ്റായിരുന്നു ഇത്. അപ്പോഴും വളരെ നല്ല ചോദ്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് എപ്പോഴും ഇവിടെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഒരു റിവിഷനും ആവും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടി മാത്രം പല രീതികളിൽ നമുക്ക് AI യൂസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതിൽ ഒരു സിമ്പിൾ വേ മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു യു.